എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 44-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ യദുവംശാചാര്യത്വാത് സുനിഭൃതമിതമാര്യകാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. യദുവംശാചാര്യത്വാത്, യദുവംശത്തിൻ്റെ ആചാര്യനായതുകൊണ്ട്, ആര്? ഗർഗമുനി. സുനിഭൃതമിതമാര്യ, ആര്യ എന്നാൽ ഹേ മഹാത്മൻ എന്നാണ്. ഇതം സുനിഭൃതം, ഈ സംസ്കാര കർമ്മം, അതായത് പേരിടുന്ന ആ ചടങ്ങ്, അതാണ് ഇവിടെ സംസ്കാര കർമ്മം എന്ന് പറയുന്നത്. കാര്യം, കാര്യമായിട്ട്, അതായത് ഗൂഢമായി രഹസ്യമായിട്ടാണ് ഈ നാമകരണം ചെയ്യുന്നത്. എന്താപ്പോ അതിന് കാരണം? അതായത് യദുവംശത്തിൻ്റെ ആചാര്യനാണ് ഗർഗമുനി. ആ ഗർഗമുനി കുട്ടിക്ക് നാമകരണം ചെയ്തു എന്ന് കംസൻ അറിഞ്ഞാൽ ഈ കണ്ണൻ ആരാണ്? യദുവംശത്തിലെ കുമാരനാണ് എന്ന് മനസ്സിലാക്കും. പ്രത്യേകിച്ചും വസുദേവരും നന്ദഗോപരും തമ്മിൽ നല്ല ബന്ധമാണ്, സുഹൃത്തുക്കളാണ്. ഇത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഈ നാമകരണം ഗൂഢമായി ചെയ്തു ഗർഗൻ എന്ന് പറയുന്നത്. ഇതി, ഇങ്ങനെ, കഥയൻ പറഞ്ഞുകൊണ്ട്, ഗർഗോ ഗർഗമുനി, നിർഗതപുളക രോമാഞ്ചം കൊണ്ടു, അതായത് ആനന്ദത്താൽ കോൾമയിർ കൊണ്ടു എന്നർത്ഥം. എന്താ കാരണം? സാക്ഷാൽ ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുക പൂർണ്ണാവതാരമായിട്ട്, കൃഷ്ണനായിട്ട്. ആ ഭഗവാന് നാമകരണം ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവുക വെച്ചാൽ ഇതിലും വലുത് എന്താ വേണ്ടേ? ചക്രേ തവ സാഗ്രജസ്യ നാമാനി, ജ്യേഷ്ഠനോടുകൂടി അങ്ങേക്കും നാമകരണം നടത്തി, അതായത് പേരിട്ടു എന്നർത്ഥം. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഞാൻ യാദവകുല ഗുരു ആകയാൽ ഈ ജാതകർമ്മം വളരെ രഹസ്യമായി അനുഷ്ഠിക്കേണ്ടതാണെന്നറിയിച്ചുകൊണ്ട് ആനന്ദത്താൽ കോൾമയിർ കൊണ്ടിരുന്ന ഗർഗമുനി അങ്ങേക്കും ജ്യേഷ്ഠനും നാമകരണം നടത്തി. ഹരേ കൃഷ്ണ.